അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ വിശ്വാസികൾക്ക് കൈവരുന്ന ഏറ്റവും മികച്ച സ്വഭാവ ഗുണങ്ങളിൽ ഒന്നാണ് ക്ഷമ എന്ന് പറയുന്നത്. അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് നൽകിയ അലങ്കാരമാണ് ക്ഷമിക്കാൻ കഴിയുക എന്നത്. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ എന്ന് പറയാറുണ്ടല്ലോ. വിശ്വാസത്തിന്റെ പകുതിയാണ് ക്ഷമ എന്ന്. എന്നാൽ നോമ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് സൂചിപ്പിക്കുന്നത് കാണാം, അസ്സൗമു നിസ്ഫു സബർ, ക്ഷമയുടെ പകുതിയാണ് നോമ്പ് എന്ന് പറയുന്നത്. നോമ്പിലൂടെയാണ് ക്ഷമയുടെ വലിയൊരു ശതമാനവും മനുഷ്യൻ ശീലിപ്പിക്കുന്നത്, അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി അതിനെ കൊണ്ടു നടക്കുന്നത്. അന്നപാനീയങ്ങളിൽ നിന്ന് ശരീരത്തെയും ലൗകികമായ സുഖങ്ങളിൽ നിന്ന് മനസ്സിനെയും ഒക്കെ തടഞ്ഞു നിർത്തി അള്ളാഹുവിൽ മാത്രമായി അവനെ വഴങ്ങിയും വണങ്ങിയും അവന്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന അവസ്ഥക്കാണല്ലോ യഥാർത്ഥത്തിൽ ക്ഷമയുടെ ഔന്നത്യം എന്ന് പറയുന്നത്. ഒന്ന്, അങ്ങനെ മനുഷ്യൻ ജീവിതത്തിൽ തനിക്ക് പ്രിയപ്പെട്ടതൊക്കെ താൽക്കാലികമായി വേണ്ടാന്ന് വെക്കാൻ കഴിയുന്നത് തന്നെ അങ്ങേയറ്റത്തെ ക്ഷമയുടെ ആഘോഷമാണ്. രണ്ടാമത്തത്, അരുതായ്മകൾ ചെയ്യാൻ മനസ്സ് പറയുമ്പോഴും അതിന്റെ സുഖങ്ങൾ മനസ്സ് വല്ലാതെ ആവേശം കൊണ്ട് അതിലേക്ക് അടുക്കാൻ താല്പര്യപ്പെടുമ്പോഴും വേണ്ടാന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ തോന്നുന്ന മനസ്സിന്റെ ജാഗ്രതയുണ്ടല്ലോ, ക്ഷമയുടെ രണ്ടാം ഘട്ടം അതാണ്. മൂന്നാമത്തത്, മനുഷ്യന് പ്രയാസങ്ങൾ ഉണ്ടാവുക, പ്രതിബന്ധങ്ങൾ ഉണ്ടാവുക, വലിയ പരീക്ഷണങ്ങൾ വന്നുപെടുക, താങ്ങാനാവാത്ത സങ്കടങ്ങൾ കൊണ്ട് ജീവിതം പ്രതിസന്ധിയിലാവുക. ആ ഘട്ടങ്ങളിലെല്ലാം അള്ളാഹുവാണ് ഇത് നൽകുന്നത്, ഈ പ്രതിസന്ധികളൊക്കെ പടച്ച തമ്പുരാന്റെ തീരുമാനമാണെന്ന് കണക്കാക്കി പരാതി പറയാതെ പരിഭവപ്പെടാതെ അത് ഉൾക്കൊള്ളാനും ആ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകാൻ ജീവിക്കാനുമൊക്കെ സാധിക്കുന്ന മനസ്സിന്റെ വിശാലതയുണ്ടല്ലോ, ക്ഷമയുടെ ഏറ്റവും അപരിമേയമായ നന്മകളിൽ ഒന്നാണ് ഈ പറയപ്പെടുന്ന വിശാലമായ മാനസികാവസ്ഥ. അസ്സബുറു അല ത്വാഅ, അള്ളാഹുവിനെ വഴങ്ങുന്നതിൽ, അവനെ വണങ്ങുന്നതിൽ, അനുസരിക്കുന്നതിൽ ക്ഷമയുണ്ടാവുക. കാരണം ഇതെന്റെ റബ്ബ് പറഞ്ഞതാണല്ലോ ഇങ്ങനെ ജീവിക്കാൻ, ഇങ്ങനെ മുന്നോട്ട് പോകാൻ. അസ്സബുറു അനിൽ മഅസിയ, അരുതായ്മകൾ വേണ്ടാന്ന് വെക്കുന്നിടത്തും അതിൽ നിന്ന് പൂർണ്ണമായി മാറി നടക്കുന്നിടത്തും ക്ഷമയുള്ളവനായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. അസ്സബുറു അലൽ ഖദാർ, അള്ളാഹുവിന്റെ വിധി വിലക്കുകളിൽ അങ്ങേയറ്റത്തെ തൃപ്തിയോടെ ക്ഷമിക്കാൻ കഴിയുക. ചുരുക്കത്തിൽ ക്ഷമയാണ് വിശ്വാസത്തിന്റെ സൗന്ദര്യം. റമളാനിലെ വ്രതാനുഷ്ഠാനമാകട്ടെ അത് നമ്മളെ വല്ലാതെ ശീലിപ്പിക്കുകയും ചെയ്യുന്നു. ക്ഷമിക്കുക, ക്ഷമ ദീനിന്റെയും വിശ്വാസത്തിന്റെയും ഏറ്റവും മഹിതരമായ സ്വഭാവ ഗുണങ്ങളിൽ ഒന്നാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.